ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ പ്രവഹിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ സംഭാവനകളാണ് ഇതിൽ ശ്രദ്ധേയം. പലരും അവരുടെ സമ്പാദ്യ കുടുക്കുകളുമായാണ് കളക്ടറേറ്റുകളിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ എല്ലാവർക്കും പണം കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക്. അത് കണ്ട് ഞങ്ങൾ പഠിച്ചതാണ്. അപ്പം ഞങ്ങളുടെ സേവിങ്സ് ഫുള്ളും വയനാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അവിടെ കുറെ കുട്ടികൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാശും കൊടുത്തു. സൈക്കിളും ബുക്കും മേടിക്കാൻ. കൊച്ചു സമ്പാദ്യപ്പെട്ടി കയ്യിലെടുക്കുമ്പോൾ 6 വയസ്സുകാരി ദുവയ്ക്കും 6ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഹാറൂണിനും സംശയങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. ഇളയവൾ ദിഹയെയും പറ്റാവുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. സമ്പാദ്യക്കുടുക്കുകളുമായി മാതാപിതാക്കൾക്കൊപ്പം എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെത്തി. ചേംബറിൽ വെച്ച് കളക്ടർ NSK ഉമേഷിന് തുക കൈമാറി. ജനങ്ങളുടെ വലിയ പ്രതികരണമാണ് വയനാടിന് ലഭിക്കുന്നതെന്ന് കളക്ടർ. വയനാട്ടിൽ സംഭവിച്ച ഈ വൻ ദുരന്തത്തിന് ശേഷം നമ്മുടെ CMDRF-ൽ മുഖ്യമന്ത്രിയുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ നല്ല രീതിയിൽ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കേരള സൊസൈറ്റി ആകെ ഒന്നിച്ചു നിന്നാണ് കോൺട്രിബ്യൂഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. ബിക്കോസ് ഇതുപോലെ ഒരു സമയത്ത്, ഒരു ഡിസാസ്റ്റർ സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വൈഫ് ഇടുക്കി കളക്ടർ വിഘ്നേശ്വരി, ഞാൻ എറണാകുളം കളക്ടർ, ഞങ്ങൾ രണ്ടുപേരും ചേർന്നും 1 lakh ഞങ്ങൾ ഈ CMDRF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും, ഇത് ഒരു ബിഗ് റീബിൽഡിംഗ് പ്രോസസ്സാണ് വയനാട്ടിൽ നടക്കേണ്ടത്. അതിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ് എൻ്റെ. കലൂർ ഗ്രീഡ്സ് പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ്സിലെയും 1ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് ഹാറൂണും ദിയയും. സാമൂഹ്യ പ്രവർത്തകനായ സിദ്ദിഖ് കറുകപ്പള്ളിയുടെയും അഡ്വക്കേറ്റ് ഫാത്തിമ സിദ്ദിഖിന്റെയും മക്കളാണ് ഇരുവരും. ന്യൂസ് 18 കൊച്ചി. മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ നിൽക്കുന്നത് നാട്ടുകാർ തന്നെയാണ്.